നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെലക്ട് ടാഗിനെ കുറിച്ചാണ്. സെലക്ട് ടാഗ് ഒരു സെലക്ട് ബോക്സ്, അല്ലെങ്കിൽ അതിന് വേറെ പേര് പറയും ഡ്രോപ്പ് ഡൗൺ ബോക്സ് എന്ന് പറയും. ഡ്രോപ്പ് ഡൗൺ ബോക്സ് അതായത് നമുക്ക് കുറച്ച് ഐറ്റംസിനെ ലിസ്റ്റ് ചെയ്യണം. ഒരു ചുരുങ്ങിയ ഒരു സ്പേസിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, ലിസ്റ്റ് ചെയ്യണം. അപ്പൊ ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടുള്ള സംഭവം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു ഫോം ഫിൽ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കണ്ടിട്ടുണ്ടാവും. നമ്മളെ നാഷണാലിറ്റി സെലക്ട് ചെയ്യാൻ ചോദിക്കുന്ന സ്ഥലത്ത്, അവിടെ നമ്മൾ നാഷണാലിറ്റി സെലക്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ലോകത്തിൽ ഒരാളുടെ നാഷണാലിറ്റി എന്ന് പറയുമ്പോൾ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളെല്ലാം അവിടെ ലിസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് സ്പേസ് എടുക്കുന്ന പരിപാടിയാണ്. അതിന് പകരമായിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റ് എന്ത് ചെയ്യും, താഴത്തേക്ക് വരും. അതിൽ നമുക്ക് നമ്മുടെ നാഷണാലിറ്റി ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ വാല്യൂ സെലക്ട് ആവുകയും ആ ഒരൊറ്റ എന്താ പറയുക ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ചുരുങ്ങുകയും ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ലിസ്റ്റ് ചെയ്യണമെന്ന് അർത്ഥം. അപ്പോൾ ചുരുങ്ങിയ സ്പേസിന്റെ ഉള്ളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ഓപ്ഷൻസുകളെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഈ സെലക്ട് ബോക്സ് അല്ലെങ്കിൽ ഈ ഡ്രോപ്പ് ഡൗൺ ബോക്സ് നമുക്ക് ആ ഒരു പ്രൊവിഷൻ അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റി നമുക്ക് നൽകുന്നുണ്ട് എന്ന് അർത്ഥം. ഇതിനിപ്പോൾ വേറൊരു ഇതിനോടൊപ്പം തന്നെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു അല്ലെ, ഒരുപാട് ഐറ്റംസുകളെ ലിസ്റ്റ് ചെയ്യേണ്ടി പറഞ്ഞു. ഒരു ലിസ്റ്റ് ആണ് അല്ലെ. അപ്പൊ അതില് ഓരോ ഐറ്റംസിനെയും സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ടാഗ് ഉപയോഗിക്കുന്നുണ്ട്, ഓപ്ഷൻ ടാഗ് എന്ന് പറഞ്ഞു. ഓപ്ഷൻ ടാഗ്, ഓപ്ഷൻസ് ഇൻ ദി ലിസ്റ്റ്, ലിസ്റ്റിലെ ഓപ്ഷനുകളെ ആർ സ്പെസിഫൈഡ് യൂസിങ് ഓപ്ഷൻ ടാഗ്. ഓപ്ഷൻ ടാഗ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്പെസിഫൈ ചെയ്യുന്നത് അർത്ഥം. ഇനി സെലക്ട് അല്ലെങ്കിൽ സെലക്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കോംബോ ബോക്സ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്നൊക്കെ പല പേരുകൾ പറയും. ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാഗ് ആണ് സെലക്ട് എന്ന് പറയുന്ന ടാഗ്. ഇതൊരു കണ്ടെയ്നർ ടാഗ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതിന്റെ മെയിൻ ആട്രിബ്യൂട്ട്സ് ആണ്, ഫസ്റ്റ് വൺ ഈസ് നെയിം. നേരത്തെ പറഞ്ഞ പല ടാഗുകൾക്കും പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ ഫോം കൺട്രോളിന് നമുക്ക് എന്താ പറയാ ഈ ഒരു സെലക്ട് ബോക്സിന് നമുക്ക് ഒരു പേര് നൽകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കൺട്രോളിന് നമുക്കൊരു പേര് നൽകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സൈസ് എന്നുള്ളതാണ്. സൈസ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രസന്റ് എ സ്ക്രോളിംഗ് ലിസ്റ്റ് ബോക്സ്. അതായത് സൈസ് ഈക്വൽ ടു 1 ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ, അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. സൈസ് 1 ആണ് കൊടുത്തിരിക്കുന്നത്, അതായത് സെലക്ട് സൈസ് ഈക്വൽ ടു 1 എന്നാണ് നൽകിയിരിക്കുന്നതെങ്കിൽ അവിടെ ഡിസ്പ്ലേ ചെയ്യുക ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അല്ലെങ്കിൽ കോംബോ ബോക്സ് ആയിട്ടാണ് ലിസ്റ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപാട് വലിയ ലിസ്റ്റിനെ നമുക്ക് ഒരൊറ്റ ലൈനിൽ എന്ത് ചെയ്യാൻ പറ്റും, ചുരുക്കാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ ലിസ്റ്റ് പുറത്തേക്ക് വരുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഇഷ്ടം ഏത് വാല്യൂ ആണെന്ന് വെച്ചാൽ, ഏത് ഓപ്ഷൻ ആണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്തോട് കൂടിയിട്ട് ആ വാല്യൂ സെലക്ട് ആവുകയും പഴയതുപോലെ തന്നെ അത് ചുരുങ്ങുകയും ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു ലിസ്റ്റ്, വലിയൊരു ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഫോമില് ഒരു 10-200 ഐറ്റംസ് വരുന്ന ഒരു ലിസ്റ്റ് ആണ്, ലിസ്റ്റ് രൂപത്തിലാണ് അവിടെ കാണിക്കുന്നതെങ്കിൽ അത്രയും സ്പേസ് അവിടെ ഫോമിൽ എന്ത് ചെയ്യാണ്, വരികയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യണം. അപ്പൊ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ പറ്റും ഏത് വെച്ചിട്ട്, ഈ കോംബോ ബോക്സ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിലാണ് നമ്മൾ നൽകുന്നതെങ്കിൽ. അത് വരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട എന്താണ്, സെലക്ട് എന്ന് പറയുന്ന ടാഗിന്റെ കൂടെ സൈസ് ഈക്വൽ ടു 1 എന്ന വാല്യൂ നൽകണം. എങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അല്ലെങ്കിൽ കോംബോ ബോക്സ് ആയിട്ട് വരികയുള്ളൂ എന്നർത്ഥം. നെക്സ്റ്റ് വൺ ഈസ് മൾട്ടിപ്പിൾ. ഇറ്റ് അലൗസ് യൂസേഴ്സ് ടു സെലക്ട് മൾട്ടിപ്പിൾ ഐറ്റംസ് ഫ്രം ദി മെനു. ആ ഒരു ലിസ്റ്റിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ഐറ്റംസുകൾ നമുക്ക് സെലക്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ, നാഷണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റേ സാധാരണ ലെവലില് അല്ലെ, നമ്മൾ ഒറ്റ ഇന്ന രാജ്യത്ത് നിന്നുള്ള കാരണം. അപ്പോ അതല്ല, ഒന്നിൽ കൂടുതൽ പൗരത്വമുള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സെലക്ഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ ഇനി പറയാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് സെലക്ട് എന്ന് പറഞ്ഞ ടാഗ്, അതിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് പറഞ്ഞത്, നെയിം, സൈസ്, മൾട്ടിപ്പിൾ. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ലിസ്റ്റ് ആ ഐറ്റംസ് എന്താ പറയാ സെലക്ട് ബോക്സിലെ ഓപ്ഷൻസുകൾ, വിവിധ തരത്തിലുള്ള ഓപ്ഷൻസുകൾ. ഒരു നാഷണാലിറ്റി എന്ന് പറയുന്നതിന്റെ നൽകുന്നതിലെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള നാഷണൽസ് എന്നാണ്, വിവിധ തരത്തിലുള്ള രാജ്യങ്ങൾ, അതാണ് അടുത്ത ഓരോ ഓപ്ഷൻസുകൾ.
അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ ടാഗ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഈ ഓപ്ഷൻ ടാഗിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് സെലക്ടഡ് ആൻഡ് വാല്യൂ. സെലക്ടഡും വാല്യൂവും. സെലക്ടഡ് എന്ന് പറയുന്നത് ദിസ് ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഡിഫോൾട്ട് സെലക്ഷൻ. ഏതെങ്കിലും ഒരു സെലക്ട് ബോക്സിലെ ഏതെങ്കിലും ഒരു ഓപ്ഷനെ ഡിഫോൾട്ട് ആയിട്ട് സെലക്ട് ചെയ്ത് കടക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സെലക്ടഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഹിയർ ടു അലൗ ദ സബ്മിഷൻ ഓഫ് എ വാല്യൂ ദാറ്റ് ഡിഫേഴ്സ് ഫ്രം ദി കണ്ടന്റ് ഓഫ് ദി ഓപ്ഷൻ ടാഗ്. അതും ഒരു എക്സാമ്പിൾ കാണുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ അവിടെ നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. നമ്മൾ ഇവിടെ ഇപ്പോൾ എക്സാമ്പിൾ കാണുന്നുണ്ട്. അതിൽ HTML സ്റ്റാർട്ട് ചെയ്ത് ഹെഡ് സ്റ്റാർട്ട് ചെയ്ത് ടൈറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഹെഡ് ഓക്കെ ബോഡി അതിൽ ഫോം ആക്ഷൻ ഈക്വൽ ടു എന്നിട്ട് ഒരു PHP പേജ് പറയുന്നുണ്ട്. മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്. ഓക്കെ നാഷണാലിറ്റി എന്നും പറഞ്ഞിട്ട് നമ്മളവിടെ കൊടുത്തിരിക്കുകയാണ്. സെലക്ട് നെയിം ഈക്വൽ ടു അപ്പോൾ അവിടെ സെലക്ട് ബോക്സ് സെലക്ട് ടാഗ് ഉപയോഗിച്ചു. അപ്പോൾ ഒരു സെലക്ട് ബോക്സ് എന്ത് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണം. നെയിം ഈക്വൽ ടു നാഷണാലിറ്റി അപ്പോൾ പേര് കൊടുത്തു. എന്താണ് ആ സെലക്ട് ബോക്സിന്റെ പേര്? നാഷണാലിറ്റി എന്നാണ് പേര്. അതിനുശേഷം സൈസ് ഈക്വൽ ടു 1 ഞാൻ നേരത്തെ പറഞ്ഞു. സൈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ടാഗിന്റെ ആട്രിബ്യൂട്ട് ആയ സൈസിൽ വാല്യൂ 1 എന്ന് നൽകി കഴിഞ്ഞാൽ അത് എന്താണെന്ന് ഞാൻ പറഞ്ഞത് കോംബോ ബോക്സ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആയിട്ടാണ് വരിക എന്ന് പറഞ്ഞു. ഓക്കെ എന്തായാലും വിവിധ തരത്തിൽ സെലക്ട് ബോക്സിൽ വിവിധ ഓപ്ഷൻസുകളാണ് 1 by 1 ആയിട്ട് താഴെ നൽകുന്നത്. ഓപ്ഷൻ വാല്യൂ ഈക്വൽ ടു ഇന്ത്യൻ. ഓക്കെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് നൽകുന്നത്. ഓപ്ഷൻ വാല്യൂ ഈക്വൽ ടു ഇന്ത്യൻ സെലക്ടഡ് ഒക്കെ എന്താ നമുക്ക് പറയാം. പിന്നെ ഇന്ത്യൻ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്ഷൻ എന്ന് പറയുന്നത് empty ടാഗ് എന്ന് പറഞ്ഞത് കാരണം ഓപ്ഷൻ എന്നുള്ള ടാഗ് അവിടെ എന്ത് ചെയ്യുന്നത് ഓരോ എന്ത് ചെയ്യാത്തത് ഓരോ ലൈന് കഴിയുമ്പോഴും ക്ലോസ് ചെയ്യാത്തത് empty ടാഗ് ആയത് കാരണം. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുകയാണ് ഓപ്ഷൻ വാല്യൂ ഈക്വൽ ടു ബ്രിട്ടീഷ് കൊടുത്തു. ഓപ്ഷൻ വാല്യൂ ഈക്വൽ ടു ജർമ്മൻ കൊടുത്തു. ഓപ്ഷൻ വാല്യൂ ഈക്വൽ ടു ശ്രീലങ്കൻ കൊടുത്തു. അപ്പൊ ഔട്ട്പുട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. നാഷണാലിറ്റി എന്ന് പറഞ്ഞത് എന്ത് വന്നിട്ടുണ്ട് അവിടെ ഓപ്ഷൻസുകൾ അതായത് ഇന്ത്യൻ, ബ്രിട്ടീഷ്, ജർമ്മനി, ശ്രീലങ്കൻ ഇങ്ങനെ 4 ഓപ്ഷൻസുകൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി അത് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ നാഷണാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒറ്റ ലൈനേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ത് ചെയ്യുന്നത് താഴത്തേക്ക് വരുന്നത്. അതിലത്തെ എല്ലാ ഓപ്ഷൻസുകളും കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യും താഴത്തേക്ക് ലിസ്റ്റ് ചെയ്യും. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഏത് വാല്യൂ ആണെച്ചാലും നമുക്ക് ഏത് ഓപ്ഷൻ ആണെച്ചാലും നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്യുന്ന ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. ആ സെലക്ട് ഇപ്പൊ ഈ മറ്റേ ഔട്ട്പുട്ടിലെ ഇന്ത്യൻ, ബ്രിട്ടീഷ്, ജർമ്മൻ, ശ്രീലങ്കൻ എന്നൊക്കെ കാണുന്നുണ്ടല്ലോ അത് ഏതിനെ ബേസ് ചെയ്തിട്ടാ വരുന്നത് വെച്ചാല് നമ്മളെ കോഡിലേക്ക് നോക്കുക. ഓപ്ഷൻ വാല്യൂ കൊണ്ട് ഇന്ത്യൻ സെലക്ടഡ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ കൊടുത്തിട്ടില്ലേ ആ ഇന്ത്യനും പിന്നെ അതേപോലെ ഓപ്ഷൻ വാല്യൂ കൊണ്ട് ബ്രിട്ടീഷ് ഇന്റർ ബ്രിട്ടീഷ് കൊടുത്തിട്ടില്ലേ ആ ബ്രിട്ടീഷും അങ്ങനെ ലാസ്റ്റ് നൽകിയുള്ള ജർമ്മനി, ശ്രീലങ്കൻ അതിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത് ഔട്ട്പുട്ടിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഓക്കെ ഇനി നമ്മൾ നേരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമ്മൾ ആ ലിസ്റ്റിൽ നിന്ന് ആ സെലക്ട് ബോക്സിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യൻ തന്നെ ആയിക്കോട്ടെ. ഇന്ത്യൻ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് വാല്യൂ ആണ് സെർവറിലേക്ക് പോകേണ്ടത്. നമ്മൾ ഫോം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ എന്താണ് എന്താ പറയാ വാല്യൂ അല്ലെങ്കിൽ ഡാറ്റയെ കളക്ട് ചെയ്യാണ് അല്ലെ. ഒരു പ്രത്യേക രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യാണ് ബാക്ക് എൻഡില് ആപ്ലിക്കേഷൻസിന് നൽകുകയാണ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഏതാണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വാല്യൂ ആണ് സെർവറിലേക്ക് പോകേണ്ടത് അല്ലെങ്കിൽ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കളക്ട് ചെയ്യേണ്ടത് അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷന്റെ കൂടെ വാല്യൂ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ സഹിതം പറയുകയാണെങ്കിൽ അപ്പൊ നമ്മൾ ഇന്ത്യൻ എന്ന് ഇപ്പോ മറ്റേ കോഡിലേക്ക് നോക്കുക. സെലക്ട് നെയിം ഈക്വൽ ടു നാഷണാലിറ്റി സൈസ് ഈക്വൽ ടു 1 ശേഷം ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഇവിടെ നൽകുന്നുണ്ട് അല്ലെ. ഓപ്ഷൻ വാല്യൂ ഈക്വൽ ടു ഇന്ത്യൻ എന്നതിന് പകരമായിട്ട് ഞാൻ കൊടുക്കുകയാണ് കേരള. ജസ്റ്റ് ഒരു പേര് കൊടുത്തു കേട്ടോ, അത്ര ചിന്തിച്ചാൽ മതി. കേരള എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം സെലക്ട് പറഞ്ഞതിന് ശേഷം ഇന്ത്യൻ തന്നെ അവിടെ കൊടുക്കുകയും ചെയ്യുന്ന എഴുതാം. അപ്പൊ ഞാനിപ്പോ എന്താ മാറ്റി വരുന്നത് ഫസ്റ്റ് ഓപ്ഷന്റെ വാല്യൂ ഇന്ത്യൻ എന്നുള്ളത് മാറ്റിയിട്ട് കേരള എന്നാക്കി. അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനി അതിന് ശേഷം ഈ ഔട്ട്പുട്ടിൽ ഞാൻ ഇന്ത്യൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് ആക്ച്വലി അവിടെ എന്താണ് ബാക്ക് എൻഡ് ആപ്ലിക്കേഷനിലേക്ക് പോകുന്നത്, ഏത് വാല്യൂ ആണ് പോകുന്നത്, കേരള എന്നാണ് പോകുന്നത്. അപ്പൊ എന്ത് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതും ആ ഡിസ്പ്ലേ ഏത് ഓപ്ഷൻസുകൾ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ള ഒരു സൈഡില്
ആ ഓപ്ഷൻസുകൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് വാല്യൂ ആണ് ബാക്കെൻഡിലേക്ക് പോകേണ്ടതെന്നുള്ളത് വാല്യൂ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിലാണ് സ്പെസിഫൈ ചെയ്യേണ്ടത് എന്ന് അർത്ഥം. ഇവിടെ ഇപ്പൊ നൽകിയതിൽ എല്ലാം കോമൺ ആയി കൊടുത്തു എന്നുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു തന്നത് ഇപ്പൊ കേരള എന്നുള്ളത് ഞാൻ ആക്കിയത് ഫസ്റ്റ് ഓപ്ഷനിൽ ഞാൻ വാല്യൂ ഇക്വൽ കേരള എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും സെലക്ട് ബോക്സിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും പോകുന്ന വാല്യൂ എന്തായിരിക്കും, കേരള എന്നായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫീൽഡ് സെറ്റ് ടാഗിനെ കുറിച്ചാണ്. ഫീൽഡ് സെറ്റ് ടാഗ് അതായത് ഫോം ഡാറ്റയെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, ഫീൽഡ് സെറ്റ് ടാഗ് ഉപയോഗിക്കുന്നത്. അതായത് ഫോം ഡാറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫോമില് നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള ഫോം കൺട്രോൾസുകൾ വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഈ ഫോം കൺട്രോൾസിനെ ഒരു ഗ്രൂപ്പ് ചെയ്യാം, അങ്ങനെ ഒരു സെക്ഷൻ ആക്കുക. അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടാഗാണ് ഫീൽഡ് സെറ്റ് ടാഗ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു ടാഗാണ് ലെജൻഡ് ടാഗ് എന്ന് പറയുന്നത്. ലെജൻഡ് ടാഗ് ഈ ഫീൽഡ് സെറ്റ് എലമെന്റിന് ഒരു ക്യാപ്ഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് ലെജൻഡ് ടാഗ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം നമുക്ക്. ഈ കാണുന്ന എക്സാമ്പിളില് നമ്മള് ഫോം വെച്ച് നോക്കാം. ഫോം ആക്ഷൻ ഈക്വൽ ടു പറഞ്ഞൊരു PHP പേജ് പറഞ്ഞിട്ടുണ്ട്, മെത്തേഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നെയിം ഇൻപുട്ട് ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ്, അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് വരും അല്ലെ. ഔട്ട്പുട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും ഒരു ടെക്സ്റ്റ് ബോക്സ് അവിടെ കാണുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ അടുത്തത് ഏജ് എന്ന് പറഞ്ഞിട്ട് ഏജ് ആണ് ഇൻപുട്ട് ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ടെക്സ്റ്റ് ബോക്സ് വരും. ഞാൻ NBSP അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ പറയുന്നില്ല. പിന്നെ ഇൻപുട്ട് ടൈപ്പ് കൊണ്ട് റേഡിയോ, അപ്പോൾ റേഡിയോ ബട്ടണാണ് വരിക. നെയിമിംഗ് കൊണ്ട് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്, വാല്യൂ കൊണ്ട് മെയിൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്പ്ലേ മറ്റേ ഔട്ട്പുട്ട് വെച്ച് നോക്കി കമ്പയർ ചെയ്യാം. അപ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ അതിന് ശേഷം ഒരു റേഡിയോ ബട്ടൺ നൽകിയിട്ടുണ്ട്. പിന്നെയാണ് ഫീൽഡ് സെറ്റ് ടാഗ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫീൽഡ് സെറ്റ് ടാഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിലായിട്ട് ലെജൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ് നമ്മൾ പറഞ്ഞു. ഫീൽഡ് സെറ്റ് എലമെന്റിന് ഒരു ക്യാപ്ഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് ലെജൻഡ് ടാഗ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. അപ്പോൾ അതിന്റെ ഉള്ളിലായിട്ട് നാഷണാലിറ്റി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് നോക്കുമ്പോൾ മനസ്സിലാവുണ്ടാവും ആ ഒരു സെക്ഷനിൽ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ക്യാപ്ഷൻ എന്ന ലെവലിൽ നാഷണാലിറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു സെലക്ട് ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡിഫറെന്റ് ഓപ്ഷൻസുകൾ നൽകിയിട്ടുണ്ട്. അതിനുശേഷം സെലക്ട് ബോക്സ് ക്ലോസ് ചെയ്തു. BR ടാഗ് ഉണ്ട്. നേറ്റിവിറ്റി എന്നുള്ളത് വേറൊരു നെക്സ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഒരു ലാബില്. പിന്നെ ഇൻപുട്ട് ടൈപ്പുകൾ ടെക്സ്റ്റ്, അപ്പോൾ അതിനനുസരിച്ച് ടെക്സ്റ്റ് ബോക്സ് വന്നു. പിന്നെ അതിനുശേഷം ഡിസ്ട്രിക്ട് അതിനൊരു ടെക്സ്റ്റ് ബോക്സ് വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഫീൽഡ് സെറ്റ് ടാഗ് എന്ത് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്. പിന്നെ ഹോബീസ് എന്നിട്ട് വേറെ വരുന്നുണ്ട്, അതൊക്കെ അതിനിടയിൽ വേറെ വരുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് വെച്ചാല് ഈ ഒരു ഫീൽഡ് സെറ്റ് ടാഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത അത്രയും സെക്ഷന് ആ ഒരു ഭാഗം ഗ്രൂപ്പ് ചെയ്തു, അതിനൊരു ക്യാപ്ഷൻ നൽകി. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഫീൽഡ് സെറ്റ് ടാഗ് ഉപയോഗിക്കുന്നത് എന്നർത്ഥം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫോം സബ്മിഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞു സബ്മിറ്റ് ബട്ടൺ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ഫോമിൽ നൽകിയിട്ടുള്ള വാല്യൂസിനെ ബാക്ക് എൻഡ് ആപ്ലിക്കേഷനിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. വെബ് സെർവറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഫോമിലൂടെ കളക്ട് ചെയ്ത ഡാറ്റയെ സെർവറിലേക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ സെൻഡ് ചെയ്യുന്ന ഡാറ്റയെ വെബ് സെർവർ എന്ത് ചെയ്യും, സ്വീകരിക്കും, റിസീവ് ചെയ്യും അല്ലെ. വെബ് സെർവറിൽ പലതരത്തിലുള്ള സെർവർ സൈഡ് പ്രോഗ്രാംസുകൾ ഉണ്ടാകും. ഈ ലഭിച്ച ഫോം ഡാറ്റയെ എന്ത് ചെയ്യും, പ്രോസസ് ചെയ്യും. ആ പ്രോസസ് ചെയ്തതിനു ശേഷമുള്ള ഔട്ട്പുട്ട് അതിനനുസരിച്ച് വരും ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് നമ്മൾ ആക്ഷൻ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ആക്ഷൻ എന്താന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, ഇറ്റ് ഡിഫൈൻസ് ദി ആക്ഷൻ ടു ബി പെർഫോംഡ് വെൻ ദി ഫോം ഈസ് സബ്മിറ്റഡ്. ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ആക്ഷൻ ആണ് പെർഫോം ചെയ്യേണ്ടതെന്നുള്ളതാണ് ആക്ഷൻ എന്ന ആട്രിബ്യൂട്ടിൽ നൽകുന്നതെന്ന് പറയുന്നത്. നോർമലി അത് ഒരു URL ആയിരിക്കും നൽകുക. ഓക്കെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. എന്തിന്റെ ഒരു സെർവർ സൈഡ് പ്രോഗ്രാമിന്റെ അതായത് നമ്മൾ ഫോമിലൂടെ നൽകുന്ന ഡാറ്റയെ പ്രോസസ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു സെർവർ സൈഡ് പ്രോഗ്രാമിന്റെ URL ആണ്, അഡ്രസ് ആണ് അവിടെ നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നു, സബ്മിറ്റ് ബട്ടൺ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ ഇതില് ഇപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തിട്ട് നിങ്ങളുടെ നോട്ട്സിൽ എഴുതി വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. അപ്പൊ ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഈ ചാപ്റ്ററിൽ നമ്മൾ ലിസ്റ്റുകൾ പറഞ്ഞു, പിന്നെ ടേബിൾസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ അതേപോലെ ഫോംസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും പറഞ്ഞു. അപ്പൊ ഇതില് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള സംഭവം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് തന്നിട്ട്
അതിന് അനുയോജ്യമായിട്ടുള്ള HTML ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനാണ് സാധാരണ കൂടുതലായി കണ്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ഒരു പ്രാക്ടിക്കൽ മോഡലിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കല്. അങ്ങനെ ചോദിക്കുമ്പോൾ വെച്ചാൽ ആ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റുഡന്റിന് വ്യക്തമായിട്ട് മനസ്സിലായോ ഇല്ലേ എന്നുള്ളത് ആ ഒരു ആൻസർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഓരോ ടാഗുകൾ ഇമ്പോർട്ടന്റ് ആണ്. അത് HTML സ്റ്റാർട്ട് ചെയ്തത് മുതലുള്ള ഓരോ ടാഗുകൾ ഇമ്പോർട്ടന്റ് ആണ്. ആ ടാഗുകൾ ഓരോന്നും എന്തിനാണെന്നുള്ളത് കൃത്യമായി പഠിക്കുക. ഓരോന്നിനെയും ആട്രിബ്യൂട്ട്സുകൾ, അതിന് നൽകാവുന്ന വാല്യൂസ് ഇത്രയും കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ എക്സസൈസിൽ പലതരത്തിലുള്ള ടേബിൾസുകളും ഫോംസുകളും ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞ എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾസും ഈ നൽകിയ ക്വസ്റ്റ്യൻസും നമ്മൾ കമ്പയർ ചെയ്തിട്ട് നോക്കുക. നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഫോം, ലിസ്റ്റ്, ടേബിൾ ഒക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ നമുക്ക് ക്ലാസ് തുടങ്ങിയതിനു ശേഷം പ്രാക്ടിക്കൽ സെക്ഷനിൽ നമുക്ക് ലാബിൽ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ടാഗുകളെ കുറിച്ചിട്ടും ടാഗിന്റെ ഓരോ ആട്രിബ്യൂട്ട്സിനെ കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടാവണം. അല്ലാതെ അവിടെ വന്നതിന് ശേഷം പിന്നെ ഓരോ ടാഗുകളും ഓരോന്നും കാണുമ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് പഠിക്കുക. സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കരുത്, ചോദിക്കുകയും ചെയ്യുക.